മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന മദ്രസയിൽ ഇനി വിശുദ്ധ ഖുർആനോടൊപ്പം ഗീതയും പഠിക്കട്ടെ. നല്ല കാര്യമാണല്ലോ. പറയുന്നത് ഒരു MLA, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഹിന്ദുക്കളാണ് കേട്ടോ. ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് ഗീത അറിയോ? ഗീത പഠിപ്പിക്കാൻ തയ്യാറോ? നിങ്ങൾക്കറിയോ? കുത്തുപാളയ്ക്ക് ഗതിയുള്ളവന് ഏറുകാളകളെ വാങ്ങാൻ മോഹം. കുണ്ടിലിരിക്കും തവളക്കുഞ്ഞിന് കുന്നിന് മേലെ പറക്കാൻ മോഹം. അവനവന്റെ കാര്യത്തിൽ ഇപ്പോൾ, ആധ്യാത്മിക കാര്യത്തിൽ ഇപ്പോൾ ഹിന്ദു വട്ടപൂജ്യമാണ്. അവർക്ക് ഉത്സവം മതി, പൂരം മതി, ഇപ്പൊ കുംഭമേളയിലായി, നയനാനന്ദകരം. അതല്ലാതെ ഒരിക്കലും കാതിനും അതുവഴി മനസ്സിനും ബുദ്ധിക്കും ആനന്ദകരമായിട്ടുള്ള ഗീത, ഉപനിഷത്ത്, അതൊന്നും ഹിന്ദു ശ്രമിച്ചു നോക്കുക പോലുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറില്ലേ, കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി, ഹിന്ദുക്കൾക്ക് എന്ത് ഭഗവത്ഗീത, കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി എന്ന് പറയുന്ന ചൊല്ല് ഈ ജന്തുക്കളുടെ ആധ്യാത്മിക ചിന്തയുമായിട്ട്, ഹിന്ദുക്കളുടെ ആധ്യാത്മിക ചിന്തയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉണ്ടാക്കിയതാണത്രേ. ഹിന്ദു ജന്തുക്കൾക്ക് എന്ത് ഭഗവത്ഗീത. ഇന്ന് കേട്ട ഒരു വാർത്തയാണ്. മദ്രസയിലെ വിദ്യാർത്ഥികൾ, മുസ്ലിം വിദ്യാർത്ഥികളാണല്ലോ, അവർ ഖുർആനോടൊപ്പം ഗീതയും പഠിക്കട്ടെ. ഒരു IPS ഉദ്യോഗസ്ഥന്റെ ജൽപ്പനമാണിത്. കൂട്ടത്തിൽ ഒരു MLAയുടെയും ജൽപ്പനമാണിത്. മധ്യപ്രദേശിൽ അവിടുത്തെ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ മദ്രസ വിദ്യാർത്ഥിയോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, ഗീത പഠിക്കുമെന്ന്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടത്തിയൊരു പ്രസംഗത്തിലാണ് ഈ വ്യക്തി, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ, MLAയും പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് ഖുർആനോടൊപ്പം ഭഗവത്ഗീതയും വായിക്കൂ, പഠിക്കൂ എന്ന് ആഹ്വാനം ചെയ്തത്. അത് അവർക്ക് കൂടുതൽ വെളിച്ചം നൽകും, വെളിവ് നൽകും, വിവേകം നൽകും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. സെഹോർ ജില്ലയിലെ ദോഹറ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മദ്രസയിലെ വിദ്യാർത്ഥികളും അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ടൊരു വീഡിയോ കോൺഫറൻസ് നടത്തിയപ്പോഴാണ് ഈ പോലീസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ രാജാ ബാബു സിംഗ് ഇങ്ങനെ പറഞ്ഞത്. ആ മദ്രസയിലെ മൗലാന സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ സുഹൃത്താണ് ഈ IPS ഉദ്യോഗസ്ഥൻ്റെ. റിപ്പബ്ലിക് ദിനത്തിന് അവിടുത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യണമെന്ന് ഈ IPS ഉദ്യോഗസ്ഥനെ പറഞ്ഞു. അത് ഓൺലൈനായിട്ട്. അവിടെയുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം, ശാസ്ത്രീയ വീക്ഷണം, സഹിഷ്ണുത എന്നിവയെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കാൻ അവരോടും അവരുടെ അധ്യാപകരോടും അഭ്യർത്ഥിക്കുന്നു. ആ കൂട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിട്ട് അദ്ദേഹം അതൊരു തീവ്രവാദ രൂപത്തിലൊന്നുമല്ല പറഞ്ഞത്. ഖുർആനോടൊപ്പം ഗീതയും പഠിക്കണം, അത് നല്ലതായിരിക്കും, ഗുണകരമായിരിക്കും, അത്രമാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ചിന്തിക്കാൻ പലതുണ്ട്. ആധ്യാത്മിക വിഷയത്തിൽ ഇന്നിപ്പോൾ നിറക്കുടങ്ങളാണ് മദ്രസ വിദ്യാർത്ഥികൾ, മുസ്ലിം സമുദായം. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യാനികളും. ബൈബിൾ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ ഇവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കുട്ടികൾ 10-17 വയസ്സ് വരെ ഖുർആൻ പഠനം നടത്തുന്നു. അത് കഴിഞ്ഞാലും ജുമാ സമയങ്ങളിൽ അവിടെ കുത്തുബ, വയൽ, ഇതിലെല്ലാത്തിലൂടെയും അവർ
ഖുർആൻ വീണ്ടും 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 കേട്ടുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ബൈബിളിൻ്റെയും സ്ഥിതി. പക്ഷെ ആധ്യാത്മിക വിഷയത്തിൽ ജന്തുക്കളുടെ മനസ്സ് ശൂന്യമാണ്. മദ്രസകളൊക്കെ ആധ്യാത്മികതയുടെ നിറകുടങ്ങളാണ് എന്നിരിക്കെ 40,000 ക്ഷേത്രങ്ങൾ, ഒന്നല്ല രണ്ടല്ല, 40,000 ക്ഷേത്രങ്ങൾ, അവർക്ക് ഗീതയും ഉപനിഷത്തും അന്യമാണ്. അവർക്ക് വേണ്ട. ക്ഷേത്രങ്ങളിൽ ഗീത ഉപനിഷത്ത് എന്നീ പ്രമാണങ്ങൾ കയറ്റരുത് എന്നത് എഴുതി വയ്ക്കപ്പെടാത്തൊരു നിയമമായി കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിലെ 3 കോടി കേരളത്തിലെ ഹിന്ദുക്കൾ, അത് തന്നെ 1.25 കോടിയോ മറ്റോ ഉണ്ട്, അത്ര കൃത്യം കണക്കാറില്ല. അവരെല്ലാവരും നമ്മൾ തോർത്തുകൊണ്ട് പിഴിയുന്ന പോലെ നന്നായിട്ട് പിഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രമാണങ്ങൾ ഗീത ഉപനിഷത്ത് ഒരു കൈക്കുമ്പിളിലുള്ളത് അത്രയും കിട്ടില്ല. ദിവസപട്ടിണിക്കാരൻ, ആധ്യാത്മികതയുടെ കാര്യത്തിൽ ദിവസപട്ടിണിക്കാരന് നിറവയറുകാരനെ ഊട്ടാൻ മോഹം. അതിലൊരു തമാശ എന്താണെന്ന് അറിയാമോ? നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉണ്ടാവും. ഒരു കുട്ടി അവിടെ പിറന്നാൽ അതിന് കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കും, അതിന് കൊച്ചു തൊട്ടിൽ വാങ്ങിക്കും. ആ കുട്ടി പെട്ടെന്ന് വളരും. അപ്പോൾ ഈ കളിപ്പാട്ടങ്ങളും ഈ തൊട്ടിലും ഒരു മൂലയ്ക്ക് തള്ളും. അവരതെന്ത് ചെയ്യും? അവർ നല്ല തുണി വാങ്ങിച്ച് പൊതിഞ്ഞ് അതിൻ്റെ മേലെ റിബണൊക്കെയും കെട്ടി വേറെ എവിടെയെങ്കിലും കുട്ടി പിറന്നാൽ അവിടേക്ക് കൊണ്ടുകൊടുക്കും സമ്മാനമായിട്ട്. അവർ കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് വേറെ ആൾക്ക് കൊടുക്കും. നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വലിയ ഔത്സുക്യമാണ് നമുക്ക്. ഹിന്ദുവിന് വേണ്ടാത്ത സാധനങ്ങളാണ് ഗീത, ഉപനിഷത്ത് എന്നീ പ്രമാണങ്ങൾ. അതവർക്ക് ആവശ്യമില്ലാത്ത മാലിന്യ വസ്തുക്കളാണ്, വിസർജനം പോലെ. വീട്ടിൽ തനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ മറ്റുള്ളവർക്ക്, ഇതാണല്ലോ ഹിന്ദുവിൻ്റെ പ്രമാണം. നല്ലത് കൊടുത്ത് ശീലമില്ലല്ലോ. പണ്ട് പറയാറുണ്ട്, വലിയൊരു തെങ്ങും തോട്ടം, അവിടെ നിന്ന് നാളികേരം ഇട്ട് ഇവിടെ എത്തുമ്പോഴേക്കും വീണ്ടും അവിടുത്തെ നാളികേരം ഇടുന്ന സമയവും അതുപോലെ കിടക്കുകയാണ് കിലോമീറ്റർ ദൂരത്തിൽ. നാളികേരം ഇട്ട് ഒരു കുന്നുപോലെ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ അപ്പുറത്തിരുന്ന് അതിൻ്റെ മുതലാളി അല്ലെങ്കിൽ കാര്യസ്ഥൻ നാളികേരം കുലുക്കി നോക്കും. നല്ല നാളികേരം, 1-ാം ക്ലാസ് നാളികേരം, അത് ഇപ്പുറത്തേക്ക് ഇടും. അത് മാർക്കറ്റിൽ കങ്ങാടിയിൽ കൊണ്ട് വിൽക്കാൻ. പിന്നെ ബാക്കി ചില നാളികേരം കുലിക്കുന്ന സമയത്ത് കൊള്ളം നല്ലതല്ല, അങ്ങാടിയിൽ കൊണ്ട് വിൽക്കാൻ പറ്റില്ല, അത് ഇവിടെ വയ്ക്കും തൻ്റെ മുമ്പിൽ, തൻ്റെ വീട്ടിൽ കറിക്കാൻ അരയ്ക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട്. പിന്നെ ചില നാളികേരം നോക്കുന്ന സമയത്ത് പേട്ട് തേങ്ങ, അതിനകത്തൊന്നുമില്ല. അപ്പം അറിയാം അത് അതിനകത്ത് ചീഞ്ഞ് ഉണങ്ങിയതായിരിക്കും. അത് അങ്ങോട്ട് ഇടും. എന്താ അറിയോ? അമ്പലങ്ങളിൽ കൊടുക്കാൻ. ഇതാണ് ഈ ജന്തു. നല്ലതൊന്നും കൊടുത്ത് പരിചയമില്ലല്ലോ, കൊടുത്തു തന്നെ പരിചയമില്ല, വാങ്ങിയുള്ള പരിചയമുള്ളൂ. ഒരു ജന്തു ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സാധനമുണ്ട്. എന്താണ്? വീടിൻ്റെ പുറകിലുള്ള മറപ്പുരയിലുള്ള മലം. അത് കൊണ്ടക്കോളോ, എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി. അപ്പോഴെന്തെങ്കിലും വേണമെന്നുണ്ട്. കക്കൂസിലെ മലം അത് നിറയുമ്പോൾ അത് ഫ്രീ ആയിട്ട് കൊടുക്കും. അവർക്കത് താല്പര്യമില്ല, ഗന്ധം വരികയല്ലേ, ദുർഗന്ധം. അതുപോലെയാണ് അവർക്ക് ഗീതയും ഉപനിഷത്തുകളും. അവർക്ക് വിസർജ്യ പദാർത്ഥങ്ങളാണ്, മാലിന്യങ്ങളാണ്. അതവർ കൊടുക്കാൻ തയ്യാറാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്, മദ്രസയിൽ ഗീത പഠിപ്പിക്കൂ. ഈ പറയുന്ന ആൾക്ക് ഗീത അറിയോ? അറിയില്ല. എന്നോട് പലരും ആവേശപൂർവ്വം പറയും, സ്വാമിജി ഹിന്ദു, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയും കൂടി പറയും. അയാൾ പറയും, ഞാൻ വിഷമിക്കരുത്, തമാശയ്ക്കൊരു ചോദ്യം, കാര്യമായിട്ട് എടുക്കണ്ട. ഗീതയിലൊരു ശ്ലോകം അറിയോ? നമുക്കതിന് സമയമില്ല സ്വാമിജി. ഇതാണ് പറയാം, നമുക്കതിന് സമയമില്ല സ്വാമിജി. പെണ്ണുങ്ങളാ പറയും, ഭർത്താവുണ്ടേ, 3 കുട്ടികളുണ്ടേ, അച്ഛനും അമ്മയുണ്ടേ, പിന്നെ എവിടെയാ സമയം?
ദൈവകാര്യങ്ങൾ, ദൈവവചനങ്ങൾ ഉരുവിടാൻ സമയമല്ല. അപ്പം ദൈവത്തോടാ പറയുന്നത്, സമയമില്ലാത്തതുകൊണ്ടാണ് ഭഗവാനെ. ഭർത്താവുണ്ട്, എന്നാ ഭർത്താവ് അങ്ങോട്ട് പോട്ടെ, അനുഗ്രഹം കൊടുത്തു വരും. മക്കൾ കാരണം കൊണ്ടാണ് എനിക്ക് സമയമില്ലാത്തത്, എന്നാൽ മക്കളും പോട്ടെ. എല്ലാം കൂടി ഒരു കാരണകത്ത് പോകുമ്പോൾ ഇവള് മാത്രം ചാവില്ല, അവരൊക്കെയും ചാവും. അപ്പോൾ പിന്നെ സൗകര്യമായല്ലോ. ആ ഗതിയുടെ വരുത്തി വയ്ക്കും. അതിൻ്റെ മക്കളുള്ളതുകൊണ്ടും ഭർത്താവുള്ളതുകൊണ്ടും അച്ഛനമ്മമാരുള്ളതുകൊണ്ടും എനിക്ക് സമയമില്ല എന്ന് പറയുന്നതിൽ തന്നെ കൊള്ളരുതായ്മയാണ്. ഇനിയൊരു കാര്യം കൂടി അറിയണം ജന്തുവേ, നിങ്ങൾ പറഞ്ഞില്ലേ മദ്രസയിൽ ഖുറാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ, മദ്രസയിൽ ഗീത പഠിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ. ഖുറാൻ പഠനത്തോടൊപ്പം ഗീത ഇതല്ലേ പറഞ്ഞത്. അതിനപ്പുറം ചില കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. എൻ്റെ നാട് തൃശ്ശൂരിൽ അവിടെ ഒരു അക്കാഡമി ഉണ്ട്. അതിൻ്റെ പേരാണ് അക്കാദമി ഓഫ് ഷെറിയ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, ASAS. അതൊരു ഇസ്ലാമിക സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ സംസ്കൃതവും ഭഗവത്ഗീതയും പഠിപ്പിക്കുന്നുണ്ട്, ഉപനിഷത്തുകളും പഠിപ്പിക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറുടെ പേര്, അതിൻ്റെ പ്രിൻസിപ്പലിൻ്റെ പേര്, അദ്ദേഹം ഒരു മുസ്ലിയാണ്, ഉസ്താദാണ്, ഓണംപള്ളി മുഹമ്മദ് ഫൈസി. അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ MA ബിരുദമുണ്ട്, സംസ്കൃതത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ജന്തുക്കൾക്ക് ഗീത പഠിക്കണമെങ്കിൽ ഇപ്പം അങ്ങനെപ്പോലുള്ള ആളുകളെ സമീപിക്കേണ്ട ഗതികേടല്ല. അതാണ് സ്ഥിതി. സന്യാസിമാരെ കണ്ടുകൂടല്ലോ. ഇപ്പൊ കാപ്പിപ്പൊടി അച്ഛൻ ഇവരേക്കും വിളിച്ചിട്ടാണല്ലോ സിനിമാ നടികൾ സത്സംഗം നടത്തുന്നത്. നടക്കട്ടെ. ശ്രീശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം, ഭാഷ്യങ്ങൾ, അതെല്ലാം പഠിച്ചയാളാണ് ശ്രീ ഓണംപള്ളി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാന വിഷയം സ്വാഭാവികമായിട്ട് വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത, അതേക്കുറിച്ചും അദ്ദേഹം ബോധവൽക്കരണം നടത്താറുണ്ട്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങൾ ഖുറാനയ്ക്കും പഠിക്കുന്നുണ്ട്, നിങ്ങൾ വല്ലപ്പോഴും ഗീത വായിക്കുക കേട്ടോ. അതാണ് ആ ബോധവൽക്കരണത്തിൻ്റെ അന്തസത്ത. ക്രിസ്ത്യാനികളുടെ എല്ലാ സെമിനാരികളിലും ഗീതയുടെ അവയർനെസ് നടക്കുന്നുണ്ട്. ഞാൻ തൃശ്ശൂരിൽ ഗീത നടത്തുന്ന സമയത്ത് 142 ദിവസം നീണ്ടു നിൽക്കുന്ന ശങ്കരഭാഷ്യ സഹിതമുള്ള ഗീത നടത്തുന്ന സമയത്ത് അവിടെ എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് 3 സ്ഥലങ്ങളിൽ സെമിനാരികളിൽ ഗീത പറയിപ്പിച്ചിട്ടുണ്ട്. അവയർനെസ്. സനാതനധർമ്മ പരിചയം എന്നുള്ള പേരിൽ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ സാധനങ്ങൾക്ക് ആട്ടം മതി, പാട്ട് മതി, ഗാനമേള മതി, പിന്നെ ആനപ്പൂരങ്ങൾ, പിന്നെ റിമി, പിന്നെ ടോമി, ഇതൊക്കെ മതിയല്ലോ. ഇപ്പം കുംഭമേളയുണ്ട്. ഞാൻ കുംഭമേളയെക്കുറിച്ച് ഇന്നലെ എഴുതി, അത് BJP പ്രഹസനമാണെന്ന്. അപ്പോൾ ഒരാളൊരു മാന്യൻ ഫോൺ വിളിച്ചു പറഞ്ഞു, സ്വാമിജി അങ്ങനെയല്ല, അവിടെ 10,000 ആളുകൾ വരുന്നുണ്ട്. സ്വാമി അത് കാണുന്നില്ലേ? കാണുന്നുണ്ട്. തലയെണ്ണി 10,000. തലയ്ക്കകത്ത് ഗുണമെണ്ണി നോക്കുമ്പോൾ ആരോ പറഞ്ഞ പോലെ തലയെണ്ണി 10,000, ഗുണമെണ്ണി പുറ്റായിരം. പുറ്റെന്ന് പറഞ്ഞാൽ പുറ്റ്, മൺപുറ്റ്. തലയെണ്ണി നോക്കുമ്പോൾ 10,000 അതിൽ ഗുണമെണ്ണി നോക്കുമ്പോൾ എന്താ? കുറച്ച് പുറ്റാണ് കിട്ടുക, മണ്ണ് തലയന്മാർ, ചെളിത്തലയന്മാരെന്നർത്ഥം. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 ഗ്രൂപ്പുകൾ തമ്മിൽ കത്തിക്കുത്തി കിടക്കുമ്പോൾ അവിടെ ആൾക്കാർ വരും. എന്നിട്ട് അവിടുത്തെ എന്താ നേടാൻ പറ്റുക? കുംഭമേള നടക്കും, കുംഭമേള കഴിയും. അതിനപ്പുറം അതിനൊന്നും കിട്ടാൻ പോകുന്നില്ല. ഊതി വീർപ്പിച്ച ബലൂൺ മാത്രമാണ് ഇപ്പോൾ കുംഭമേള. എൻ്റെ ആദ്യത്തെ വീഡിയോ ഫേസ്ബുക്കിൽ അതിൽ പറഞ്ഞത്,
സ്വയം നന്നാവാൻ കഴിയില്ലെങ്കിൽ എടാ ജന്തുവേ പോയി തൂങ്ങിച്ചാവിനടാ. അതാണ് ആദ്യം പറഞ്ഞത്. അതിന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ അവർക്ക് ധാരാളമാണ്, ധാരാളമാണ്. അതും കവിഞ്ഞൊഴുകുന്നുണ്ട്. ഞാനിവിടെ ഇപ്പോൾ ഇവിടെ 4 ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 8 മണിയായി. നല്ല വിശപ്പുണ്ട്. 4 ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 ഇഡ്ഡലിയെ കഴിക്കുള്ളൂ. കാരണം എന്താണെന്ന് അറിയാമോ? ഒരാൾ അവിടെ ഇരുന്ന് പറഞ്ഞു, പണ്ട് പറഞ്ഞു, 1500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, വിശക്കുമ്പോഴേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. വിശക്കുമ്പോൾ എനിക്ക് വിശക്കുന്നില്ല. 4 ഇഡ്ഡലി ഉണ്ട് അവിടെ, ചട്നിയുണ്ട് അവിടെ, കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട്, ചായയുമുണ്ട്. പക്ഷെ കഴിക്കാൻ ചെല്ലുമ്പോൾ അതേ ആൾ തന്നെ എൻ്റെ ദൈവമേ അതിൻ്റെ പുറകിൽ വാക്കൂണിയും പറഞ്ഞു. 1500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായിട്ടുള്ള നബി തിരുമേനി വിശക്കുമ്പോൾ മാത്രമേ ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ഞാൻ കഴിക്കാൻ പോവുക. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അടുത്ത ലൈൻ വിശപ്പ് തീരുന്നത് വരെ കഴിക്കരുത്. അതുകൊണ്ട് 2 ഇഡ്ഡലി മാറ്റി വെച്ചു. ആ 2 ഇഡ്ഡലി നോക്കിക്കൊണ്ടാണ് ഈ 2 ഇഡ്ഡലി കഴിക്കുക. ആ ഇഡ്ഡലിയുടെ അവിടെ ഒരു മുഖം, ഞാൻ തന്നെ കൽപ്പിച്ചു വെച്ചൊരു മുഖം, നബി തിരുമേനിയുടെ മുഖം. ഇങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കണ്ട. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആളുകളോട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് വെക്കാം. വേണമെങ്കിൽ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും ഏറ്റുവാങ്ങുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്ന് അന്ത്യേഷ്ടി കർമ്മം ഏറ്റുവാങ്ങുന്നതുവരെ ഒരു മുസ്ലിം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് അനുഷ്ഠിക്കണം, എന്ത് അനുഷ്ഠിക്കാൻ പാടില്ല എന്നിത്യാദി കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് വിശുദ്ധ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്കിനി വേറൊന്നും വേണ്ട കേട്ടോ. ക്രിസ്ത്യാനിക്ക് ബൈബിളും അതുപോലെ തന്നെയാണ്. അതിൽ സാരോപദേശങ്ങളുണ്ട്. ആ സാരോപദേശങ്ങൾ കാണാപ്പഴം പഠിച്ചു കഴിഞ്ഞാൽ മാത്രം മതി, ജീവിതം ഒന്ന് മെച്ചപ്പെടും. അവർക്കും അത് മതി. നീ വെറും മാലിന്യമായിട്ട്, മറപ്പറയിലെ മാലിന്യമായിട്ട്, മലമായിട്ട് തള്ളിക്കളഞ്ഞ ഗീതയും ഉപനിഷത്തും ഇനി അവരുടെ തൊള്ളയിൽ കുത്തിക്കയറ്റാൻ നീ കഷ്ടപ്പെടണ്ട കേട്ടോ ജന്തുവേ, നീ കഷ്ടപ്പെടണ്ട. അവർ ഉയരങ്ങളിലേക്ക് ഗമിക്കട്ടെ, നീ നോക്കി നിന്നു. നീ ഇറങ്ങിപ്പോ, പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോ. പൂരവും ഉത്സവവും, ആന, വെടി, മിമിക്രി, നാടകം, യൂഫോറിയ, നിന്നുതുള്ളല്, സിനിമാറ്റിക് ആട്ടം, റിമി, തോമി, ഇപ്പോൾ കുംഭമേള അതും വന്നിട്ടുണ്ട്. പിന്നെ കുറെ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ട് പാട്ട് പാടാൻ. നടക്കട്ടെ, അങ്ങനെ നടക്കട്ടെ. ഭാഗവതമുണ്ട്, വിശിഷ്ടാദ്വൈത വാദമാണ്. ഹിന്ദുക്കൾ കേൾക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ്. ഭാഗവതവും തീറ്റയും അത് വേറെ പരിപാടി. കഥ പറച്ചിലാണ് ഭാഗവതം. തൃശ്ശൂരിലൊരു ഭാഗവതക്കാരൻ വന്നു. സ്വാമി എന്നെല്ലാവരും വിളിക്കുക, ഉദീത്. അവിടെ വന്ന സമയത്ത് അവിടുത്തെ പാർമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റും KK മേനോനും അവിടെയുള്ള കേരളം കണ്ട ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതനായിട്ടുള്ള നാരായണ പിഷാരിയുടെ ബന്ധു എല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മൂലമാണോ വായിക്കുന്നത്? അതെ. സംസ്കൃതം അറിയോ? പിന്നെ ഇങ്ങനെ മൂലം വായിക്കണേ? അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വായിക്കും, അതിവിടെ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറേ ബൊമ്മകൾ കൊണ്ടുവച്ചിട്ടുണ്ട്. വിഗ്രഹം മോശമാണെന്ന് പറയുന്നിട്ട് വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചിരിക്കുകയാണ് വിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തീറ്റയും. ഭാഗവതം കേൾക്കാൻ നല്ലതോ കെട്ടതോ ആട്ടെ, ഭാഗവതം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 10, 11, 12. അവരെങ്ങനെ കേൾക്കണം അറിയോ? പകുതി ഉറങ്ങിയിട്ട് വളരെ തള്ളശികൾ. 11 ആകുമ്പോൾ കൂട്ടായിട്ട് ആൾ വരും. എവിടെ നിന്ന് അറിയില്ല, എവിടെ നിന്നാ പൊട്ടി വീഴുന്നതെന്ന് അറിയില്ല. എന്തിനാ? ഞം 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 ഉണ്ടൊരുട്ടി ബൗൾ ചെയ്യാൻ വായയുടെ അകത്തേക്ക്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. കുറ്റം പറയല്ല, സത്യം പറയുകയാണ്. നമസ്കാരം.